നിങ്ങൾ വാറുണ്ണിയുടെ കൈസറിനെ കണ്ടടാ. ദേ നീ പോണാണ് മുതൽ. ഇതെങ്ങാടാണ് നീന്തി പോണെന്ന് ഒരു പിടുത്തൂല. കരയുള്ളോടത്തോട്ടല്ലേ നീന്തണത്. കിലോമീറ്റർ നീണ്ടു കിടക്കണ പുഴയിൽ കൂടി ഇങ്ങാട് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങാടാണ് പോണത് ദൈവത്തിന് മാത്രം അറിയാം. അപ്പോൾ നമ്മളത് കാണാൻ വേണ്ടി വന്നതല്ല. നീ ചേട്ടൻ വല വീശന കാണാൻ വേണ്ടി വന്നാട്ടാ. അത് കാണാൻ വന്നപ്പോഴാണ് വേറൊരു കാഴ്ച ഉണ്ട്. ഇത് കണ്ട കുഴുപ്പള്ളി ബീച്ചിൽ എന്തിനാണ് ഈ സിറിഞ്ചൊക്കെ ഇങ്ങനെ കിടക്കണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മുടെ നന്മ നിറഞ്ഞ നാടിൻ്റെ പോക്കേം കാണാമെന്ന് മനസ്സിലായില്ലേ? ഇതാണ് ഇവിടത്തേക്ക് അവസ്ഥ. അപ്പോൾ എന്തായാലും നശിയാൻ തീരുമാനിച്ചെന്ന് നശിയട്ടെ എന്ന് തന്നെ നമുക്ക് വിചാരിക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാനപ്പോൾ ഈ ചേട്ടൻ വീശനാണ്ടിട്ടാണ്ട് ഇങ്ങോട്ട് വന്നു. വീശുവലല്ല, ഉടക്കുവലയാണ്. പുള്ളി ഉടക്കുവല ഇട്ടിട്ട് ആദ്യത്തെ വല കൊണ്ടുവന്നിട്ടപ്പോൾ തന്നെ അതിൽ കുറച്ച് മീനുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ഞണ്ട്, പിന്നെ കുറച്ച് വറ്റ, കുറച്ച് കൂരി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രഷ് മീൻ കിട്ടിക്കഴിഞ്ഞാൽ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നേട്ടാ. അപ്പോൾ ഞാൻ വന്നതിന് മുമ്പ് വേറെ ആളൊന്നും ഇവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടാ. ചേട്ടന് മനസ്സിൽ വന്നിട്ട് ഒരു മീനെങ്കിലും കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. സാധാരണ കടലിലോട്ട് വല നീട്ടണ വഞ്ചിയും കൊണ്ട് പോയിട്ടാണ് നീട്ടണ ഞാൻ കണ്ടേക്കണേട്ടാ. പക്ഷേ ഈ ചേട്ടൻ അങ്ങനെയല്ല. ആ കിടക്കുന്ന സാധനം കണ്ട സ്പോഞ്ചിൻ്റെ അത് അരയിൽ കെട്ടിയിട്ട് ഈ ബക്കറ്റായിട്ട് പുള്ളി വലയും കൊണ്ട് നീന്തി വല നീട്ടോട്ടാ. അങ്ങനെയാണ് പുള്ളി മീനെ പിടിക്കുന്നത്. ഈ മീനെല്ലാം പിടിച്ചിട്ട് പുള്ളി നേരെ പെരുമ്പടന്ന മാർക്കറ്റിൽ കൊണ്ട് കൊടുക്കുന്നാണ്ടാ പറഞ്ഞത്. പിന്നെ നമുക്ക് ഫ്രഷ് മീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളി നമ്മൾക്ക് നേരിട്ട് തരുവട്ടത്. അതായത് മാർക്കറ്റിൽ നിന്ന് നമ്മൾ മേടിക്കുന്ന പൈസനേക്കാളും കുറവാണ് പുള്ളി നമുക്ക് തരുന്നത്. അപ്പോൾ കുഴിപ്പള്ളി ബീച്ചിൽ പുള്ളി എന്തായാലും 9 മണി 12 മണി വരെ എന്തായാലും ഉണ്ടാവട്ടെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാട്ടാ. ആ ബീച്ച് തന്നെ വല വീശിയിട്ട് കിട്ടിയത് കൂടുതലും കൂരിയും വറ്റേമാണ്ടാ. അപ്പോൾ ഈ കൂരി എന്ന് പറഞ്ഞാൽ 10-20 കൂരിയെങ്കിലും ഉണ്ടായിരുന്നു. ഈ 20 കൂരിയും പുള്ളി ഒരാൾക്ക് 100 രൂപ കൊടുത്തിട്ടാ. അത്രയും പൈസ കുറച്ച് എന്തായാലും നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടൂല. പിന്നെ ബാക്കിയുള്ള വറ്റയിൽ ഞാൻ കണ്ണു വെച്ചേക്കായിരുന്നു. അപ്പോൾ കൂരി കൊടുത്തു കഴിഞ്ഞിട്ട് വേണം ചേട്ടനോട് ചോദിക്കാനെന്നും പറഞ്ഞിരിക്കുന്നുണ്ടോ. ചേട്ടനാണെങ്കിൽ ഹാപ്പിയാണ്. നമ്മൾ മേടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് പെരുമ്പടന്ന വരെ പോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് പുള്ളി നമുക്കത് വളരെ റേറ്റ് കുറച്ച് തന്നെ നമുക്ക് തന്നിട്ടാ. അങ്ങനെ അതിലുണ്ടായിരുന്ന കൂരിയെല്ലാം തന്നെ ഈ ചേട്ടന്മാരാണ്ടാ കൊണ്ടുപോയത്. പിന്നെ ഞാനാണെങ്കിൽ ആ വറ്റയെ നോക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് കിട്ടിയത് ചാളയുണ്ടാ. പുള്ളി അത് തിന്നാണ്ടിരിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കൊക്കെ നല്ല മീൻ തന്നുകൊണ്ട് എനിക്ക് ഈ വില കുറഞ്ഞ മീൻ തന്നെ എന്തിനാണെന്ന് ചോദിച്ചാൽ പുള്ളി ഇരിക്കണത്. ഇതിന് വേണ്ടാന്നും പറഞ്ഞുള്ള സെറ്റപ്പിലാണ്ടിരിക്കണത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതിട്ടാ. നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒരു കമൻറ്റ് ചെയ്യാൻ മറക്കരുതിട്ടാ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. ബൈ. കുറുകി കുറുകി പോനതടി